it's a game. I'm not gonna play, but maybe you should do whatever you need to erase me. It's all just a game. You think I'm gonna play, but maybe you should do whatever you need to erase me. Baby, ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു സ്മാർട്ട് ഫോൺ സ്പെക് റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സ്പെക് റിവ്യൂ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത സാംസങ് ഗാലക്സി F62 ആണ്. സോ ഈ ഒരു ഡിവൈസ് ഒരു മിഡ് റേഞ്ച് ഡിവൈസാണ്. 7000 mAh മാസീവായിട്ടുള്ള ഒരു ബാറ്ററിയൊക്കെ ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED പ്ലസ് ഇൻഫിനിറ്റി ഓവർ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിവൈസിൻ്റെ റിയർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. സോണി IMX682 സെൻസർ വെച്ചുകൊണ്ട് വരുന്ന 64 MP മെയിൻ ക്യാമറ സെൻസറും 12 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 5 MP ഒരു ഡെപ്ത് സെൻസറും 5 MP മാക്രോ ക്യാമറയും വരുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറായ Exynos 9825 ആണ് വരുന്നത്. ഇതൊരു 7nm ഒക്ടാകോർ പ്രോസസ്സറാണ്. ഇതിൻ്റെ ഒരു GPU എന്ന് പറയുന്നത് Mali G76 ആണ്. 7000 mAh മാസീവായിട്ടുള്ള ഒരു ബാറ്ററി കിട്ടുന്നുണ്ട്. USB Type-C to Type-C ചാർജിങ് കേബിളാണ് വരുന്നത്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഡിവൈസിൽ വരുന്നുണ്ട്. 7000 mAh മാസീവായിട്ടുള്ള ഒരു ബാറ്ററി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് Type-C to Type-C കേബിൾ യൂസ് ചെയ്തുകൊണ്ട് മറ്റ് ഡിവൈസസ് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള റിവേഴ്സ് ചാർജിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 9.5 mm ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. 219 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഡിവൈസിൽ നമുക്കൊരു 3.5 mm ഓഡിയോ ജാക്ക് കിട്ടുന്നുണ്ട്. 3 കളർ ഓപ്ഷൻസിലാണ് ഡിവൈസ് വരുന്നത്. ലേസർ ഗ്രീൻ, ലേസർ ബ്ലൂ, അതുപോലെ തന്നെ ലേസർ ഗ്രേ. ഡിവൈസിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും വരുന്നുണ്ട്. 2 സിമ്മും ഒരു ഡെഡിക്കേറ്റഡ് SD കാർഡ് നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് പറ്റും. കണക്ടിവിറ്റി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡ്യുവൽ 4G വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വൈഫൈ കോളിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ വെർഷൻ 5.0 ആണ് വരുന്നത്. ഡ്യുവൽ ബാൻഡ് വൈഫൈയും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് 32 MP ആണ്. ഈ ഒരു സെൽഫി ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. 2 വേരിയൻസിലാണ് ഡിവൈസ് വരുന്നത്. 6GB 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും 8GB 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും. ഇതിൽ ബേസ് വേരിയൻ്റായ 6GB 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 23,999 ആണ്. 8GB 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 25,999 ആണ്. ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 22-ാം തീയതിയാണ്. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണ്. ഇതിൽ നമുക്ക് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നത് ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉണ്ടായിട്ടും ഇതിൽ നമുക്കൊരു സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കിട്ടുന്നത്. ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അതുപോലെ തന്നെ ഡിവൈസിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് പ്ലാസ്റ്റിക് ബാക്കാണ്. അതുപോലെ തന്നെ ഡിവൈസിൽ സിംഗിൾ സ്പീക്കറാണ് നമുക്ക് കിട്ടുന്നത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊന്നും ഡിവൈസിൽ വരുന്നില്ല. സോ ഇതൊക്കെയാണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ 7000 mAh മാസീവായിട്ടുള്ള ഒരു ബാറ്ററിയും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും അതുപോലെ തന്നെ നല്ലൊരു ക്യാമറ സെറ്റപ്പും ഒക്കെ ആയിട്ട് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ബെസ്റ്റ് ഡീലാണ് സാംസങ് ഗാലക്സി F62 എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.